മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, വിശുദ്ധമായ ഖുർആൻ സൂറത്തു ശംസിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ആശയം ഞാൻ പങ്കുവെക്കുകയാണ്. തുടക്കത്തിൽ ഞാൻ അതാണ് ഓതിയത്, സൂറത്തു ശംസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വദുഹാഹാ. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. ലോകത്തെ ഏറ്റവും സ്പീഡുള്ള സാധനം ഏതാ? സൂര്യപ്രകാശമാണ്. ഏറ്റവും വേഗതയുള്ള സാധനം, ഏറ്റവും വേഗതയുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ളത് ഏതാ? സൂര്യപ്രകാശം. സഞ്ചരിക്കുന്ന സാധനമാണ്. 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കും സൂര്യനിൽ നിന്നൊരു പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ. 8 മിനിറ്റും 14 സെക്കൻഡും. വേഗത സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ 8 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 14 സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ഓടും? സെക്കൻഡിൽ 3 ലക്ഷം. അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും ഓടിയാലേ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശത്തുള്ളൂ. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്യുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കിയില്ല ഇത്ര വലിയ അത്ഭുതമുള്ള സാധനമാണ് അല്ലേ. സൂര്യപ്രകാശത്തെക്കാളും വേഗതയിൽ ഒരു സാധനം സഞ്ചരിച്ചാൽ പിന്നെ ആ സാധനത്തിന്റെ മാസ് എന്ന് പറയുന്ന അതിന്റെ ആ സാധനം ഉണ്ടാവില്ല, അത് പിന്നെ എനർജി ആയിട്ട് മാറുന്നതാണ്. കാരണം ഇത് മാക്സിമം ആണ്. ഇതിന്റെ 4/10 പോലും ലോകത്തിനത്തെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ അതൊന്നും എത്തിയിട്ടില്ല എന്ന്. എന്ത് ബുള്ളറ്റ് ട്രെയിനും എന്ത് ഫ്ലൈറ്റ് ആണെങ്കിലും സൂര്യപ്രകാശത്തിന്റെ 100-1 വേഗതയിലേക്ക് പോലും എത്താൻ പറ്റൂല. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, മണിക്കൂറിലല്ല, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. മൈലാകുമ്പോൾ ഇച്ചിരി കുറയും. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ മഹാത്ഭുതങ്ങളെ കാണിച്ചു തന്നുകൊണ്ടാണ്. അള്ളാഹിന്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും ചെറുതുപോലും വലിയ മഹാത്ഭുതമാണ്, അത് വേറെ വിഷയം. ഏറ്റവും ചെറുതുപോലും. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അള്ളാഹുവിന് ഒരു കൊതുകിനെ ഉദാഹരണമായി പറയാൻ അള്ളാഹ്ക്ക് മടിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹിന്റെ മഹത്വം പറയുമ്പോ ഒരു കൊതുകിനെ പറയാൻ അള്ളാഹുവിന് മടിയില്ല. എന്താ പറഞ്ഞത്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനക്കുള്ള ആനന്റെ ദേഹത്തുള്ള സർവ്വ അവയവവും ഒരു കൊതുകിന്റെ ദേഹത്തുണ്ട്. പുറമെ ആനക്കില്ലാത്ത 4 ചിറകുണ്ട് കൊതുകിന്, അല്ലേ? തുമ്പിക്കൈണ്ട്. ആനക്ക് ചോര കുടിക്കാനൊന്നും പറ്റൂല, പിടിച്ചു വലിച്ചെറിയാനേ വഴിയുള്ളൂ. കൊതുകിന് എവിടെയാണ് ചോര ഓടുന്ന ഞരമ്പെന്ന് സെൻസ് ചെയ്ത് മണത്ത് അവിടെ ഇഞ്ചക്ട് ചെയ്യും. നമ്മൾ ബ്ലഡ് കൊടുക്കാൻ പോയാലേ ചില നേഴ്സുമാരുണ്ട് കുത്തി നോക്കല്, ശരിയായില്ല, ഇപ്പുറത്തൊന്ന് കുത്തി. പിന്നെ നമുക്ക് ദേഷ്യം വരും. ഈ പണിയൊന്നും പഠിച്ചിട്ട് ഇരുന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. കൊതുക് അങ്ങനെയല്ല, കുത്തുന്നത് കറക്റ്റാണ്. ഇപ്പൊ ഒരു കറക്റ്റ് രക്തം കുറച്ച് കുടിച്ച് വേറെ നിറഞ്ഞാൽ നമ്മൾ അറിയേ പോലുള്ളൂ. നമ്മെ അറിയാത്ത വിധം കുത്താനുള്ള ചെറിയ എൻസൈം പോലും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിന്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, അള്ളാഹു കൊതുകിനെ ഉദാഹരണം പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട, കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ എന്താ അള്ളാഹ് പറയാത്തത്? വലിയൊരു സാധനമാണോ? മുമ്പൊക്കെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു റൂമിന്റെ അത്ര വലുപ്പം ഉണ്ടായിരുന്നു. കണ്ടില്ല? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ചില നോട്ട്സൊക്കെ കാണും. ഒരു റൂമിന്റെ അത്ര വലുപ്പം ഉണ്ടായിരുന്നു പണ്ടത്തെ കമ്പ്യൂട്ടർ. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇതൊരു കമ്പ്യൂട്ടറാണ്. അപ്പൊ വലുതിനാണോ സ്ഥാനം ഈ ചെറുതിനാണോ? ചെറുതിനാണ്. അതുകൊണ്ട് അള്ളാഹ് കൊതുകിന് ഉദാഹരണം പറയാൻ അള്ളാഹ്ക്ക് മടിയില്ല. എന്തേ? കൊതുകിന്റെ ദേഹത്തുള്ള ബ്രെയിന് കൊടുത്തു, കണ്ണ് കൊടുത്തു, മൂക്ക് കൊടുത്തു, തുമ്പിക്കൈ കൊടുത്തു, കാല് കൊടുത്തു, ചിറകും കൊടുത്തു. ചെറുകൊടിലും വൻകൊടിലും ഒക്കെ അതിനുണ്ട്. ഇതൊക്കെ ചെറിയ സാധനത്തിനുള്ളിൽ കൊടുത്തില്ലേ അള്ളാഹു? നമ്മളെ കൊണ്ട് കഴിയോ ഇതൊക്കെ? നിങ്ങൾ അടിക്കാൻ പോകുമ്പോൾ കൊതുക് ഓടുന്നുണ്ട്, അടികൊള്ളുന്ന മൂപ്പർക്ക് ബ്രെയിൻ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, കാഴ്ചയുണ്ട്, സ്മെല്ല്. ഇത് ചില ശരീരങ്ങളിൽ പ്രത്യേകം വന്നിരിക്കും, അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യും. ചില ശരീരങ്ങളിലെ ബ്ലഡ് അവർക്ക് ഇഷ്ടമാവും. ഇതൊക്കെ അള്ളാഹു ഒരു ചെറിയ സാധനത്തിന് കൊടുത്തില്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഉദാഹരണം പറയുമ്പോൾ വലിയ വലിയ സാധനങ്ങൾ തന്നെ പറയണമെന്നില്ല. ഏത് ചെറുതും അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ വലിയ വലിയ ഉദാഹരണങ്ങളാണ്.
വശംസി വളുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹാ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഭൂമിയിലാകെ ഇരുള് പരക്കുമ്പോൾ, സൂര്യാസ്തമയത്തിന് ശേഷം വെളിച്ചം തരാൻ വേണ്ടി അസ്തമയത്തെ തുടർന്ന് വരുന്ന ചന്ദ്രന്റെ പ്രഭയെ തന്നെയാണ് സത്യം. നോക്കണം, അല്ലാഹു സൂര്യൻ എന്ന വലിയ ടോർച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വെളിച്ചം പിന്നെയും കൊടുക്കും. കാരണം എപ്പോഴും വീട്ടിലെത്താത്തവരുണ്ടാവും, അവർക്ക് വഴി കാണണം. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ എപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. വന്നഹാരി ഇദാ ജല്ലാഹാ, പ്രപഞ്ചത്തിലെ സർവ്വതും കാണത്തക്ക വിധം പ്രപഞ്ചത്തിന് അല്ലാഹു പ്രഭാതം കൊണ്ട് വെളിച്ചം നൽകുന്നവനാണ്. ആ വെളിച്ചം നൽകുന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇപ്പൊ നമ്മുടെ ചെറിയ ഫ്ലഡ് ലൈറ്റുകളെ പോലെ വലിയ ലൈറ്റുകൾ ഇവിടെ ഉണ്ട് അല്ലേ. ഇനി ഒരു 1000 ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നാലും ചെറിയ മാളങ്ങളും പൊത്തുകളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇതിന്റെ അടിയിലൊക്കെ. അതിൻ്റെ ഉള്ളിലൊന്നും വെളിച്ചം കിട്ടൂല. ഇപ്പൊ ഇവിടെ ഭയങ്കര ലൈറ്റ് ഉണ്ട്. ഇപ്പൊ നേരെ ബാക്കിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ, ആ ചെടികൾ ചുറ്റിന്റെ ഉള്ളത് നമ്മൾ കാണുന്നില്ല. എന്തേ? അങ്ങോട്ട് വെളിച്ചെത്തുന്നില്ല. അള്ളാന്റെ വെളിച്ചം തീർന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വെളിച്ചം നമ്മൾ കത്തിച്ചു വെക്കും. പക്ഷെ അതൊരിക്കലും അള്ളാന്റെ വെളിച്ചത്തിനോട് എത്തുന്നില്ല. സൂര്യപ്രകാശം അങ്ങ് വന്നു തുടങ്ങിയാൽ എല്ലായിടത്തും മാളത്തിലും പൊത്തിലും ഗുഹയിലൊക്കെ വെളിച്ചെത്തിയില്ലേ. മനുഷ്യനിത് ചെയ്യണമെങ്കിൽ എത്ര കത്തിക്കണം? വന്നഹാരി ഇദാ ജല്ലാഹാ, ഭൂമിയെ, പ്രപഞ്ചത്തെ തെളിമയാർന്ന വെളിച്ചം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നില്ലയോ? ആ റബ്ബിന്റെ വലിയ സൃഷ്ടിയല്ലയോ പകൽ എന്ന് പറയുന്നത്? ആ പകലിനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യാണല്ലോ. ഇനി എന്താ പറയാൻ പോണ വിഷയം? അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയെ തന്നെയാണ് സത്യം. അല്ലാഹു ഭൂമിയെ ഇരുളുകൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഒരു കവറിട്ടും ബ്ലാങ്കറ്റിട്ടും മൂടിയ പോലെ ഇരുട്ടാണ്, കാണുന്നില്ല. പുതപ്പിനുള്ളിലാ, കാണുന്നില്ല എന്ന് പറയുന്ന പോലെ. ഇരുളെന്ന പുതപ്പ് പോലെയല്ലയോ ഓരോ രാത്രിയും കടന്നു പോകുന്നത്. ഓരോ ദിവസവും സൂര്യാസ്തമയവും സൂര്യോദയവും നടക്കുമ്പോൾ എന്റെ കൊച്ചുമക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മൾ ആലോചിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ വലിയൊരു അത്ഭുതമാണ് നമ്മെ തലോടിക്കൊണ്ടിരിക്കുന്നത്, പകലും രാത്രിയും. വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ, ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം. ആരാണോ അവരെ സൃഷ്ടിച്ചത്? ആ റബ്ബിനെ തന്നെ. മേലോട്ട് നോക്കിയാൽ നമ്മുടെ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ദൂരങ്ങളിൽ കിടക്കുന്ന എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, നെബുലകളുണ്ട്, എത്രയോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ട്. നമ്മൾ നീല നിറം കാണും, ഇത് ആകാശമല്ലല്ലോ. പ്രകാശത്തിന് വികിരണം സംഭവിക്കുക എന്നാ പറയാ അല്ലെ? എന്താ ഫ്രാക്ഷൻ എന്ന് പറയല്? പ്രപഞ്ചം എന്ന് പറയുന്നത് സമാ, ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയാലും, നമ്മൾ ഭൂമിന്റെ ഈ സൈഡിലാണ്, നമ്മുടെ നേരെ താഴെ സൈഡിലാണ് അമേരിക്കക്കാരുണ്ടാവുക, കനേഡിയൻസ് ഉണ്ടാവുക. അവർക്കും ആകാശം തന്നെയാണ്. നമ്മളിങ്ങനെ എയറിൽ നിൽക്കുക. ശരിക്കും ഒരു പന്ത് ഇങ്ങനെ ഈ എയറിൽ വെച്ചാൽ അതിന്റെ മേലും താഴെയൊക്കെ അവർക്ക് കാണുന്ന പോലെ ചുറ്റും ആകാശമാണ്, താഴെ മേലൊക്കെ ആകാശമാണ്. ആകാശം എന്ന് അല്ലാഹു പറയുന്നത് മാ സമാ വഅല, മനുഷ്യന്റെ ഉന്നതങ്ങളിൽ കിടക്കുന്നതെല്ലാം ആകാശലോകങ്ങളാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയാണ് അല്ലാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഭൂമി എന്നത് പ്രപഞ്ചത്തിലെ അല്ലാഹുവിന്റെ ഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ വളരെ ചെറിയ ഒരു പൊടിയുടെ അത്രയേ ഉള്ളൂ. അല്ലാഹുവിന്റെ മറ്റു ഗ്രഹങ്ങളെ നോക്കിയാൽ, മറ്റു നക്ഷത്രങ്ങളെ നോക്കിയാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വളരെ ചെറിയ സാധനം. നമ്മളിപ്പോ എയറിലാണ് നിൽക്കുന്നത്, വല്ല ബോധമുണ്ടോ? ഒരു മുട്ട് പോലും കൊടുക്കാതെ ഭൂമി കറങ്ങണത് നമ്മൾ അങ്ങ് ആലോചിച്ചാണ്ടല്ലോ, പെരീന്ന് പുറത്തിറങ്ങൂല. എയറിലായി തിരിയണത് ഈ സാധനം, മുട്ടുകൊടുത്തിട്ടില്ല. ഗ്രാവിറ്റി കൊണ്ട് മാത്രമാണ്, ആകർഷണ ബലം, ഗ്രാവിറ്റി, പുഷ് ആൻഡ് പുൾ. അടുത്തുള്ള ഗ്രഹം ഇങ്ങോട്ട് വലിക്കും, ഭൂമി അതിനിങ്ങോട്ടും വലിക്കും. അപ്പൊ രണ്ടും ഇങ്ങനെ ബാലൻസിൽ നിൽക്കും. ഒന്ന് തള്ളുന്നു, ഒന്ന് വലിക്കുന്നു. ഇത് ചുറ്റും ഉണ്ടാവുമ്പോൾ അതിനിടക്കുള്ളത് ഇങ്ങനെ ബാലൻസിൽ നിൽക്കുകയാണെന്നാണ്. അതുകൊണ്ടാണ്
ആകാശലോകങ്ങളെ കാണുന്നില്ലയോ? ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില തൂണുകൾ അല്ലാഹു വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ കണ്ണിന് കാണാൻ പറ്റാത്ത തൂണുകളാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്, ജാദിബിയ, ഗ്രാവിറ്റി. ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം. വമാ ബനാഹാ, ആ ആകാശലോകങ്ങളിലെ നെബുലകളെയും മീറ്റിയേഴ്സിനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പടച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? വൽഅർള വമാ തുഹാഹാ, ഭൂമിയെ തന്നെയാണ് സത്യം. ആ ഭൂമിയെ ആരാണോ പരന്നതുപോലെ നിങ്ങൾക്ക് സംവിധാനിച്ചത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഭൂമി പരന്നതായിട്ടാ തോന്നുക, പക്ഷെ സംഗതി ഉരുണ്ടതാണ്. ഉരുണ്ട ഒരു സാധനത്തുമ്പോ എങ്ങനെ അള്ളാഹു വെള്ളമൊക്കെ വെച്ചത് ആലോചിച്ച് നോക്കി. ഒരു ഉരുണ്ട സാധനത്തുമ്പോ വെള്ളം വെച്ചാൽ വെള്ളം താഴേക്ക് വരില്ലേ? രാമന്തളിയിൽ കടലുണ്ടോ? ബീച്ചുണ്ടോ? ഭൂമി ഉരുണ്ടതാ. അപ്പൊ ആ വെള്ളം ഒന്നാകേണ്ട മലക്കം മറിഞ്ഞ് രാമന്തലിയെ മൊത്തം മുക്കിക്കളയുന്നുണ്ടോ? അവിടെ ബീച്ചിലവിടെ എൻ്റെ വേണത്. പിന്നെ വല്ല ഹൈ ടൈഡും ലോ ടൈഡും വരുമ്പോ വെള്ളത്തിന്റെ ലെവലിൽ